ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ചെകുത്താമ്പാറ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒന്നുമില്ല, പോസ്റ്റ് ആയപ്പോൾ വെറുതെ ഇവിടെ എങ്ങോട്ടെങ്കിലും പോകേണ്ട എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ കറങ്ങാൻ എഴുതിയിട്ട് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ചെകുത്താമ്പാറയാണ്. അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് ഈ ചെകുത്താമ്പാറ. നമ്മൾ അരിക്കണ്ടത്ത് കയറി മന്തംകുണ്ട് റൂട്ടിനാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെമ്മിൻ്റെ ചർച്ചിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത്. ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഗൈസ്. ചെകുത്താമ്പാറമ്മക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കാണുന്നത്. വീട്ടിലും പോവാത്തവരൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണാം. ഇതിലേറെ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് നമ്മൾ ചെകുത്താമ്പാറിൻ്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഫോറസ്റ്റ് മാതിരിയാണ് സ്ഥലം ഫുള്ള് കിടക്കുന്നത്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് വീടുകളൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ വീടുകളൊക്കെ ഉള്ളൂ ഇതിൽ ഉള്ളത്. അതും നമുക്ക് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. ചെറുങ്ങനെ മഴ ചാറിയതിന് നല്ല കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി മലൻ്റെ മേലോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ക്രിസ്ത്യൻ പള്ളിയാണ്. പന്തല്ലൂർ ആ ഒരു ഏരിയയിലൊരു പള്ളിയാണ് ഈ കാണുന്നത്, ക്രിസ്ത്യൻ പള്ളി. അങ്ങനെ കേസ് നമ്മൾ ചെകുത്താമ്പാറിൻ്റെ അടിയത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഫുള്ള് ഓഫ് റോഡാണ് കേസ്. നമ്മുടെ ചെകുത്താമ്പാറമ്മക്ക് കയറി പോകുന്ന വഴിയാണ് കാണുന്നത്. ഫുള്ള് ഓഫ് റോഡാണ്. 4x4 വെച്ചാൽ അടിപൊളിയായിട്ട് കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ബൈക്ക് അടിയിലിട്ട് അങ്ങനെ കയറി പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഫാമാണ്. പന്നികളൊക്കെ വളർത്തുന്ന ഒരു ഫാമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വഴിയും കാടൊക്കെ മൂടി കിടക്കുന്ന കേസ്. ഒറ്റക്കൊക്കെ വരുന്നവരൊന്ന് ശ്രദ്ധിച്ചൊക്കെ അതിലൊക്കെ ഒപ്പം കൂട്ടി പോരാൻ നോക്കുക. എന്തായാലും കേസ് നമുക്ക് കയറി നോക്കാം. അത്യാവശ്യം നടക്കാണ്ട് നമ്മൾ പൗതി വരെയുള്ള വണ്ടി കൊടുന്നിട്ട് അങ്ങനെ കേസ് നമ്മൾ ഏകദേശം കൂടെ എത്തിക്കഴിഞ്ഞു. കുറച്ചും കൂടി നടക്കാണ്ട്. ഇവിടെ ഒരു പഴയൊരു വീടൊക്കെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് കല്ലുകൊണ്ടാണ് ഇപ്പോൾ അടുത്തുണ്ടാക്കിയിട്ടുള്ളത് വീട്. നമ്മളെ വെട്ടലല്ല, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ വീടാണ് ഈ കാണുന്നത്. ഇല്ലേ, ഫുള്ള് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു വീടാണ്. കുറച്ചും കൂടി മേലോട്ട് പോകാണ്ട്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ കേട്ടോ മക്കളെ. കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയാണ് കാണുന്നത്. ഫുള്ള് കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അടിപൊളി കേട്ടോ. ചെറിയ ചെറിയ ചീവീടുകളുടെ ശബ്ദം, കിളികളുടെ ശബ്ദം, ഭയങ്കര രസകരമായിട്ടുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടതാണ് ഈ വീഡിയോ, ചെകുത്താമ്പാറമ്മ കയറുന്നത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാന്നുള്ളൊരു എടുത്തത്. നമ്മുടെ മഴക്കാലത്ത് നല്ല വെള്ളം അരുവിയും ഞങ്ങളന്ന് വന്നു അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് കുപ്പിയിൽ ഞങ്ങൾ നിറക്കുകയൊക്കെ ചെയ്ത്.
എന്തായാലും നമുക്ക് കുറച്ചും കൂടി അങ്ങ് കയറാണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ ഒരു രക്ഷയില്ല ഗൈസ്. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെന്നൈത്തനുള്ള അവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ അവിടെ എന്താ എന്നറിയാൻ കഴിയുള്ളൂ. കോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. വൈപ്പ് ആദ്യത്തെ മരുന്നല്ല, ഫുള്ള് മരങ്ങളൊക്കെ പൊട്ടി വീണ് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ. കതപ്പ്, ഭയങ്കര കതപ്പ്. ഏറ്റവും ഇങ്ങനെ കയറി വരുന്നോണ്ടേ ഫുള്ള്. അപ്പോൾ പൊന്നാര മക്കളെ, നിങ്ങൾ കാണുന്നില്ലേ കാഴ്ചകളൊക്കെ? ഇപ്പം നമ്മൾ മേലോട്ട് പോയിട്ടില്ല കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ഗൈസ്. എന്താ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കേസ് നമ്മളങ്ങനെ ചെകുത്താൻപാറൻ്റെ ഏകദേശം മേലെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പാറ, ആ കാണുന്ന പാറമ്മ കയറുക. നല്ല അടിപൊളി വ്യൂവും അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കാണുന്നില്ല കേസ്, നല്ല കോടൊക്കെ മൂടി നല്ല നൈസ്, ഒരു രക്ഷയില്ല. എന്താ പറയേണ്ടത് പോലും അറിയില്ല, അത്രയും അടിപൊളി. What is the problem, Oya? Finally, koda kami. അപ്പോൾ ഫൈനലി ആയിട്ട് നമ്മളിപ്പോൾ ചെകുത്താൻപാറമേ നിൽക്കുന്നത് കേസ്. നമുക്ക് കാണാം അതിമനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകളാണ്, നല്ല ആംബിയൻസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.